കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത് എങ്ങനെ നിങ്ങളെ യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ ഒരു വെഡ്ജ് കണ്ടുപിടിക്കാം. ദ വെഡ്ജ് ഫോർമുലയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പഠിച്ചത്. ഈ എപ്പിസോഡിൽ നമ്മൾ പഠിക്കാൻ പോണത് ഗ്രോത്ത് ലിവേഴ്സിനെ കുറിച്ചാണ്. എന്തൊക്കെ ഗ്രോത്ത് ടാക്ടിക്സ് യൂസ് ചെയ്തിട്ട് നമ്മളെ കൺസ്യൂമർ ബ്രാൻഡ് ബിൽഡ് ചെയ്യാം. ഒരു ബ്രാൻഡ് ഗ്രോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് ആഡ്സ് ചെയ്യും, ഇൻഫ്ലുവൻസേഴ്സായിട്ട് വർക്ക് ചെയ്യും, കണ്ടന്റ് ജനറേറ്റ് ചെയ്യും, ഇതൊക്കെ ചെയ്യും അല്ലേ. പക്ഷേ ഗ്രോത്ത് ലിവേഴ്സ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു കൺസ്യൂമർ ബ്രാൻഡ് 3 എണ്ണേ ഉള്ളൂ. അതിൽ ഒന്ന് പ്രൊഡക്റ്റാണ്, 2 ഡിസ്ട്രിബ്യൂഷനാണ്, 3-മത്തത് ബ്രാൻഡ്. ഇതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഈ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡമായിട്ട് അല്ലെങ്കിൽ ഫ്ലൂക്കിൽ വരുന്ന ഒരു സാധനമല്ല. ഗ്രോത്ത് വരണമെങ്കിൽ അതിൻ്റെ ലിവേഴ്സ് എന്താന്ന് കണ്ടുപിടിച്ച് അത് എക്സാക്ട്ലി അതിന്മേൽ വർക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, പെട്ടെന്ന് ചിലപ്പോൾ ഫൗണ്ടേഴ്സ് പറയും, ഞങ്ങൾക്ക് ഇന്ന് കുറേ സെയിൽ ഉണ്ടായി, നമ്മളെ മാർക്കറ്റിംഗ് വർക്ക് ചെയ്യുന്നത് തോന്നുന്നുണ്ട്. പക്ഷേ എന്ത് മാർക്കറ്റിംഗ് ആണ് വർക്ക് ചെയ്യുന്നത്, ഏതാണ് എക്സാക്ട്ലി വർക്ക് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാത്തോടത്തോളം കാലം യു ഡോണ്ട് ഹാവ് എ സിസ്റ്റമാറ്റിക് എൻജിൻ ദാറ്റ് കീപ്സ് വർക്കിംഗ് ഈവൺ വെൻ യു സ്ലീപ്പ്. ഗ്രോത്ത് ഗസ് വർക്കിനോടല്ല വർക്ക് ചെയ്യുക. ഗസ് അടിക്കാതെ എക്സാക്ട്ലി എന്ത് ചെയ്യുമ്പോഴാണ് ഗ്രോത്ത് വരുന്നത് എന്ന് ഫിഗർ ഔട്ട് ചെയ്തേ പറ്റുള്ളൂ. ഒരു ബ്രാൻഡ് ഗ്രോ ചെയ്യാൻ ആക്ച്വലി 3 രീതികളിലാണ് പറ്റുക. 1, കൂടുതൽ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യുക. 2, കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തുക. 3, കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് അല്ലെങ്കിൽ സെയിൽസ് ചാനൽസ് കണ്ടുപിടിക്കുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ സ്വന്തം വെബ്സൈറ്റിൽ മാത്രമാണെങ്കിൽ നാളെ ആമസോണിൽ വിൽക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ക്യുക്കമേഴ്സിൽ വിൽക്കാൻ ശ്രമിക്കുക. അതുമല്ലെങ്കിൽ നോർമൽ ഷോപ്സിൽ, റീറ്റെയിൽ ഷോപ്സിൽ വിൽക്കാൻ ശ്രമിക്കും. ദാറ്റ് ഈസ് ഹൗ യു വിൽ ഗെറ്റ് ഗ്രോത്ത്. ഇനി നമുക്ക് ഓരോ ലിവറിനെ കുറിച്ചും കൂടുതൽ പഠിക്കാൻ ശ്രമിക്കാം. അതിൽ ഫസ്റ്റ് ലിവർ എന്താ? പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത്. പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത് എന്താണ്? ഫോർ എക്സാമ്പിൾ, മാമാഅർത്ത് ആദ്യം ലോഞ്ച് ചെയ്ത പ്രൊഡക്റ്റ് ഒരു ഒണിയൻ ഹെയർ ഓയിൽ ആയിരുന്നു. പിന്നെ എന്തൊക്കെ ലോഞ്ച് ചെയ്തു? അവർ ഷാംപൂ ലോഞ്ച് ചെയ്തു, ഫേസ് വാഷ് ലോഞ്ച് ചെയ്തു, വേറെ സ്കിൻ കെയർ റേഞ്ചസ് ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്, അതേ കസ്റ്റമർ കാറ്റഗറിയിലേക്ക് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്തപ്പോഴാണ് അവിടെ ഗ്രോത്ത് അച്ചീവ് ചെയ്തത്. ഇതേപോലെ വേറെയും എക്സാമ്പിൾസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, abidarashid.com. abidarashid.comൽ ഗരം മസാലയാണ് ഏറ്റവും, അല്ലെങ്കിൽ അവരെ ബിരിയാണി മസാലയാണ് ഏറ്റവും ബെസ്റ്റ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഹീറോ പ്രൊഡക്റ്റ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ അവരെന്ത് ചെയ്തു? മാരിനേഡ് മസാല ഇറക്കി, മലബാർ കോഴിയട ഇറക്കി, പലതരം പിക്കിൾസ് ഇറക്കി. ഇതൊക്കെ സെയിം കസ്റ്റമർ ബേസിലേക്കാണ് മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് ഇറക്കുന്നത്. സോ യുവർ റവന്യൂ ഇൻക്രീസസ്. അതായത് 100 രൂപയ്ക്ക് ഒരു സാധനം വാങ്ങിക്കുന്നവർ ആ ബ്രാൻഡിൽ നിന്ന് വാങ്ങിക്കുന്നത് ചിലപ്പം 200 ആവാം, 300 ആവാം, 400 ആവാം. അതിനു മുമ്പ് ഈ പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത് നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കേണ്ടത് കുറേ പ്രൊഡക്ട്സ് ആയിപ്പോയി കൺഫ്യൂസിങ് ആക്കരുത്. അതായത് ഫോക്കസ് നഷ്ടപ്പെടുത്തരുത്. അപ്പോൾ എപ്പോഴും നിങ്ങളൊരു ഫൈൻ ലൈൻ മെയിൻറ്റെയിൻ ചെയ്യുക, സപ്ലൈ ചെയിൻ ഡിസ്റപ്റ്റ് ആവരുത്. അപ്പോൾ too many products is also a problem. So always make sure that you have an optimal number of products only. പിന്നെ നിങ്ങളൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ ആക്ച്വലി ചോദിക്കേണ്ടത്, വെറുതെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യുക, റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ വെച്ചൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യരുത്. എക്സാക്ട്ലി ആലോചിക്കുക, ഈ ഒരു പ്രൊഡക്റ്റ് എൻ്റെ കസ്റ്റമർക്ക്, ഓൾറെഡി ഇല്ല എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സിന് വേറെ എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവിങ് പ്രൊഡക്റ്റ് ആണോ? അങ്ങനെയാണെങ്കിൽ മാത്രം ലോഞ്ച് ചെയ്യുക. വെറുതെ നിങ്ങൾ കുറേ പ്രൊഡക്ട്സ്, കുറേ കാറ്റലോഗ് കാണിക്കാൻ വേണ്ടി പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്യാതിരിക്കുക. സോ ദിസ് ഈസ് ഹൗ യു ഡു പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്ത്. ഇനി നമുക്ക് 2-മത്തെ ഗ്രോത്ത് ലിവർ നോക്കാം, ഡിസ്ട്രിബ്യൂഷൻ ലെഡ് ഗ്രോത്ത്. എന്താണ് ഡിസ്ട്രിബ്യൂഷൻ ലെഡ് ഗ്രോത്ത്? ഡിസ്ട്രിബ്യൂഷൻ ലെഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്ട്സ് മൾട്ടിപ്പിൾ ചാനൽസ്, അതായത് മൾട്ടിപ്പിൾ സ്ഥലങ്ങളിൽ വിൽക്കുവാനും കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്തുവാനും ഉള്ള മെത്തേഡാണ് ഡിസ്ട്രിബ്യൂഷൻ ലെഡ് ഗ്രോത്ത്. ഡിസ്ട്രിബ്യൂഷൻ എക്സ്പാൻഷന് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓൺലൈനിൽ മാത്രം വിൽക്കുന്ന സാധനങ്ങൾ ഓഫ്ലൈനിൽ കൂടി വിൽക്കുന്നു. ഒരു സിറ്റിയിൽ മാത്രം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ മാത്രം വിൽക്കുന്ന സാധനങ്ങൾ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്സിൽ വിൽക്കുന്നു. ഒരു ചാനലിൽ മാത്രം വിൽക്കുന്ന സാധനം മൾട്ടിപ്പിൾ ചാനൽസിൽ വിൽക്കുന്നു. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയി പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തം വെബ്സൈറ്റ് അല്ലെങ്കിൽ D2C അല്ലെങ്കിൽ ഷോപ്പിഫൈ വെബ്സൈറ്റിൽ മാത്രം വിൽക്കുന്ന ഒരു സാധനം ആമസോണിൽ വിൽക്കുന്നു, ഫ്ലിപ്കാർട്ടിൽ വിൽക്കുന്നു, ക്യുക്കമേഴ്സ് പ്ലാറ്റ്ഫോംസിൽ വിൽക്കുന്നു. അപ്പോൾ എന്തായി? നമ്മളെ ഡിസ്ട്രിബ്യൂഷൻ കൂടി കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് നമുക്ക് ആക്സസ് കിട്ടും. ദിസ് ഈസ് ഡിസ്ട്രിബ്യൂഷൻ ലെഡ് ഗ്രോത്ത്. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ ബോട്ട് പോലെയും അല്ലെങ്കിൽ ബ്ലൂ ടൈഗർ പോലെയുള്ള ബ്രാൻഡ്സ് ആണ്. അവരാദ്യം ചെയ്തത് ആമസോണും സ്വന്തം വെബ്സൈറ്റിലും മാത്രമാണ് വിറ്റത്. അതിനുശേഷം അവർ ഓഫ്ലൈൻ സ്റ്റോഴ്സിൽ വിൽക്കാൻ തുടങ്ങി, ബാക്കിയുള്ള തേർഡ് പാർട്ടി ഓഫ്ലൈൻ സ്റ്റോഴ്സിലും വിൽക്കാൻ തുടങ്ങി. സോ എന്താണ് അവിടെ സംഭവിച്ചത്? ബോട്ട് ഓൺലൈൻ അല്ലെങ്കിൽ bluetiger.com ഓൺലൈനിൽ നിന്ന് തുടങ്ങി ഇവൻച്വലി
ഓൺലൈനിൽ തന്നെ മൾട്ടിപ്പിൾ ചാനൽസ് ക്രാക്ക് ചെയ്തു, പ്ലസ് ഓഫ്ലൈനിലേക്ക് മൂവ് ചെയ്തു. ദാറ്റ് മീൻസ് ദേ ഹാവ് ഇൻക്രീസ്ഡ് ദ ഡിസ്ട്രിബ്യൂഷൻ. ദാറ്റ്സ് അഗെയിൻ എക്സാമ്പിൾസ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ലെഡ് ഗ്രോത്ത്. ഇനി ഒരു കോമൺ ഡിസ്ട്രിബ്യൂഷൻ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് പല സിറ്റികളിലേക്കും ലോഞ്ച് ചെയ്യുക. ഫോർ എക്സാമ്പിൾ കോഴിക്കോട് ലോഞ്ച് ചെയ്തൊരു സാധനം അപ്പം തന്നെ കൊച്ചിയും തിരുവനന്തപുരവും തിരൂരും മലപ്പുറവും എല്ലായിടത്തും ലോഞ്ച് ചെയ്യുക. പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അഗെയിൻ നമ്മളെ ഫോക്കസ് നഷ്ടപ്പെടും. ഒരു സിറ്റി കവർ ചെയ്ത് ഒരു സിറ്റി നമ്മൾ ഫുള്ളി ഫോക്കസ് ചെയ്ത് അവിടെ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ അടുത്തൊരു സിറ്റിയിലേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ദർ വിൽ ബി എ ലോട്ട് ഓഫ് കെയോസ്. അപ്പോൾ എന്തായി, ഫൗണ്ടർ എല്ലാ സിറ്റിയിലും ഡിഫറെൻറ്റ് എഫേർട്ട് ഇടേണ്ടി വരും. അപ്പം ആ എഫേർട്ട് ഡിവൈഡ് ആകുമ്പോൾ ഗ്രോത്ത് വളരെ സ്ലോ ആയിരിക്കും. അതിന് പകരം ഒരൊറ്റ സിറ്റി, ഒരൊറ്റ കാറ്റഗറി ഓഫ് കസ്റ്റമേഴ്സ് നോക്കുകയാണെങ്കിൽ യുവർ ഗ്രോത്ത് വിൽ ബി മോർ. ഇതിന് ഓൺലൈനിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒന്നെങ്കിൽ ആമസോണിൽ വെക്കുക, അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ വെക്കുക, അല്ലെങ്കിൽ സ്വന്തം വെബ്സൈറ്റിൽ വെക്കുക. അത് ക്ലിയർ ആയതിനു ശേഷം മാത്രമേ അടുത്തൊരു ചാനലിലേക്ക് പോവുക. ഇനി നമുക്ക് എങ്ങനെ റിയൽ ഡിസ്ട്രിബ്യൂഷൻ ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നത് കണ്ടുപിടിക്കാം. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ റിപ്പീറ്റ് ഓർഡേഴ്സ് വരുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ നിങ്ങളെ പ്രൊഡക്റ്റ് ഒരു ഷോപ്പിൽ വെച്ചു. ആ ഷോപ്പിൽ വെച്ചതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഗ്രോത്ത് വരില്ല. ആ ഷോപ്പിൽ നിന്ന് ബാക്കിയുള്ള കസ്റ്റമേഴ്സ് വാങ്ങിച്ചു പോകണം. സെക്കൻഡറി സെയിൽസ് നടക്കണം. ആ സെക്കൻഡറി സെയിൽസ് നടന്ന് വീണ്ടും ആ ഷോപ്പ് നിങ്ങളടുത്തിന് ഓർഡർ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂഷൻ ലെഡ് ഗ്രോത്ത് അച്ചീവ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് മൂന്നാമത്തെ ഗ്രോത്ത് ലിവർ നോക്കാം, വിച്ച് ഈസ് ബ്രാൻഡ് ലെഡ് ഗ്രോത്ത്. എന്താണ് ബ്രാൻഡ് ലെഡ് ഗ്രോത്ത്? ബ്രാൻഡ് ലെഡ് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അതേ പ്രൊഡക്റ്റ് വേറൊരു ചീപ്പർ ഓൾട്ടർനേറ്റീവ് അവൈലബിൾ ആയിരിക്കും. എന്നാലും നിങ്ങളെ തന്നെ ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പോഴാണ് അത് ബ്രാൻഡ് ലെഡ് ഗ്രോത്ത് ആയി മാറുക, വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ഫോം ഓഫ് ഗ്രോത്ത് ലിവർ എവർ അവൈലബിൾ. ഫോർ എക്സാമ്പിൾ ആപ്പിൾ പ്രൊഡക്ട്സ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. പക്ഷേ കസ്റ്റമേഴ്സ് സ്ഥിരം ആപ്പിളിൻ്റെ പുതിയൊരു റേഞ്ച് വന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്ട്സ് പോയി വാങ്ങിക്കും. അതിൻ്റെ ലോയൽ ആയിട്ടുള്ള കസ്റ്റമേഴ്സ്. അവിടെ എന്താണ്, ആ കസ്റ്റമേഴ്സ് ആ ബ്രാൻഡിനോട് ഭയങ്കര ലോയലാണ്, ബിക്കോസ് ആപ്പിൾ സ്റ്റാൻഡ്സ് ഫോർ സംതിങ്. അപ്പോൾ അവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്, ആപ്പിളിൻ്റെ പ്രൊഡക്ട്സ് എക്സ്പെൻസീവ് ആണെങ്കിലും ആ ബ്രാൻഡുമായിട്ടുള്ള അഫിനിറ്റി കാരണം കസ്റ്റമേഴ്സ് അവിടുന്ന് തന്നെ പർച്ചേസ് ചെയ്യും. സോ ബ്രാൻഡ് എപ്പോഴും സ്ട്രോങ് ആക്കാൻ ശ്രമിക്കുക. ഇനി ബ്രാൻഡ് ലെഡ് ഗ്രോത്ത് അച്ചീവ് ചെയ്യുന്നുണ്ടോ കണ്ടുപിടിക്കാനുള്ള ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ആ ബ്രാൻഡിനെ കുറിച്ച് AI ബേസ്ഡ് എൻജിൻസിലോ ഗൂഗിളിലോ നല്ലോണം സെർച്ച് ചെയ്യുന്നുണ്ടാവും. രണ്ട്, പല റീറ്റെയിൽ സ്റ്റോഴ്സും നിങ്ങളടുത്ത് വന്നിട്ട് നിങ്ങളെ ബ്രാൻഡിൻ്റെ സാധനം അവിടെ ഡിസ്പ്ലേ ചെയ്യുമെന്ന് ചോദിക്കും. മൂന്ന്, കസ്റ്റമേഴ്സ് വേർഡ് ഓഫ് മൗത്ത് വഴി നിങ്ങളെ ബ്രാൻഡിനെ കുറിച്ച് അറിയുന്നു, അത് വാങ്ങിക്കുന്നു. സോ ദീസ് ആർ ദ 3 ഇൻഡിക്കേറ്റേഴ്സ് ദാറ്റ് യുവർ ബ്രാൻഡ് ഹാസ് എ ബ്രാൻഡ് ലെഡ് ഗ്രോത്ത് ലിവർ. ശരിക്കും എന്താണ് ബ്രാൻഡ്? ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലോഗോയോ കളേഴ്സോ അല്ല. ഒരു ബ്രാൻഡിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആൾക്കാരെ മനസ്സിൽ വരുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ടൊയോട്ട എന്ന് പറയുമ്പോൾ വരുന്ന ഫീലിംഗ്, മെർസിഡസ് എന്ന് പറയുമ്പോൾ വരുന്ന ഫീലിംഗ്, ലാംബർഗിനി എന്ന് പറയുമ്പോൾ വരുന്ന ഫീലിംഗ്. സോ ഒരു പെർസെപ്ഷൻ ആണ് ഒരു ബ്രാൻഡ്. സോ ആ ബ്രാൻഡിൻ്റെ പേര് കേൾക്കുമ്പോൾ യു സ്റ്റാൻഡ് ഫോർ സംതിങ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ആക്ച്വലി കോൾഡ് ആസ് എ ബ്രാൻഡ്. നിങ്ങളെ കസ്റ്റമേഴ്സിൽ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര് കേൾക്കുമ്പോൾ ഉണ്ടാവുന്ന ഇമോഷൻസ് ആണ് ഒരു ബ്രാൻഡ്. നമ്മൾ ഫൗണ്ടേഴ്സ് എപ്പോഴും റവന്യൂ കൂടുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആവും. പക്ഷെ ആക്ച്വലി ഫൗണ്ടേഴ്സ് ചോദിക്കേണ്ട ചോദ്യം എന്താ അറിയോ, എവിടെ നിന്നാണ് ഈ റവന്യൂ വരുന്നത്? ഏത് ഗ്രോത്ത് ലിവറാണ് നമുക്ക് വർക്ക് ചെയ്യുന്നത്? സോ ആ ചോദ്യമാണ് ഫൗണ്ടേഴ്സ് എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഫൗണ്ടേഴ്സ് ബ്രേക്ക് ഡൗൺ ചെയ്യണോ എപ്പോഴും സ്വന്തം റവന്യൂ എവിടെ നിന്നാണ് വരുന്നതെന്ന്. ഫോർ എക്സാമ്പിൾ, ഒരു ബ്രാൻഡിന് 10 കോടി സെയിൽസ് ഉണ്ടെങ്കിൽ 3 കോടി പ്രൊഡക്റ്റ് ലെഡ് ഗ്രോത്തിനായിരിക്കും, വേറൊരു 3 കോടി ഡിസ്ട്രിബ്യൂഷൻ ലെഡ് ഗ്രോത്തിനായിരിക്കും, വേറൊരു 4 കോടി ചിലപ്പോൾ ബ്രാൻഡ് ലെഡ് ഗ്രോത്ത് ആയിരിക്കും. ഇത് എക്സാക്ട്ലി ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ കൂടി ക്ലാരിറ്റി കിട്ടും ഏത് ഗ്രോത്ത് ലിവറാണ് ഞാൻ പോയി ഇപ്പോൾ വലിക്കേണ്ടത്. സോ ടു എൻഡ് ദിസ് എപ്പിസോഡ്, ഫൗണ്ടേഴ്സ് കറക്റ്റ് ഗ്രോത്ത് ലിവർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അത് പോയിട്ട് അതിമേൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യുവർ ബ്രാൻഡ് ഈസ് ഗോയിങ് ടു ഗ്രോ. സോ ദാറ്റ് ഈസ് വാട്ട് growth levers are and how you can use growth levers to improve or fast track your brand growth. ഇനി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബിക്കോസ് നിങ്ങളിത് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തും, കൂടുതൽ ആൾക്കാരെ നമുക്ക് ഒരുമിച്ചിരുന്ന് പഠിപ്പിക്കാം. സോ see you for the next episode.